ജനങ്ങളുടെ യഥാർത്ഥ നീറുന്ന പ്രശ്നങ്ങളിലൊന്നും ഇവർ അഡ്രസ് ചെയ്യുന്നേയില്ല. ഈ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ എത്രയോ ചെറുപ്പക്കാർ ഇന്ന്, കുട്ടികൾ ഇന്ന് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി അന്യരാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അന്യരാജ്യങ്ങളിലേക്ക് പോകുന്നു, അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. നിരവധി വീടുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വലിയ തോതിലുള്ള ജനങ്ങളുടെ കുടിയേറ്റം ഈ മേഖലയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ഉണ്ടാകുന്നു. 10-15 വർഷക്കാലം കഴിഞ്ഞാൽ നമ്മുടെ ഈ മേഖലയിലെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയിട്ടുണ്ടാകും. കേരളത്തിൽ നടക്കുന്ന ഈ കുടിയേറ്റത്തെക്കുറിച്ച് കേരളം ഭരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ പെരുമ്പാവൂര് വിട്ട് യൂറോപ്പിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് ഡൽഹിയിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കാലത്ത് പെരുമ്പാവൂരിലെയും ആലുവയിലെയും എറണാകുളത്തെയും ഒക്കെ പ്രധാനപ്പെട്ട കോളേജുകളിൽ ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി MLA ഓഫീസിലും MP ഓഫീസിലും രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളിലുമൊക്കെ രക്ഷിതാക്കൾ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററിന് വേണ്ടി പാഞ്ഞ് നടന്നിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ആലുവയിലെ പ്രധാനപ്പെട്ട കോളേജുകളിൽ പോയി അന്വേഷിച്ച് നോക്കൂ, പെരുമ്പാവൂരിലെ കോളേജിൽ പോയി അന്വേഷിച്ച് നോക്കൂ. അവിടെയൊക്കെ 50-60% സീറ്റുകൾ വേക്കന്റ് ആയി കിടക്കുന്നു. കുട്ടികൾ പഠിക്കാനില്ല. കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലൊന്നും കുട്ടികൾ പഠിക്കാനില്ല. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സമൂലമായി സമ്പൂർണമായി തകർത്തെറിഞ്ഞു CPM. പഠന നിലവാരമില്ല. എന്തിനാണ് രക്ഷിതാക്കൾ കേരളത്തിലെ കോളേജുകളിലേക്ക് വിടുന്നത്? കുട്ടികൾക്കും താല്പര്യമില്ല. കുട്ടികൾ ഇപ്പൊ വിദേശത്തേക്ക് പോകുന്നു. ഇങ്ങനെ പോയാൽ നമ്മുടെ നാട്ടിൽ നിന്ന് എന്താ സംഭവിക്കാൻ പോകുന്നത്? ബ്രെയിൻ ഡ്രെയിൻ. കേരളത്തിന്റെ നല്ല മസ്തിഷ്കം മുഴുവൻ വിദേശത്തേക്ക് പോകുന്നു. പകരം കേരളം, അല്ലെ, പണ്ട് പറഞ്ഞിരുന്നല്ലോ, ഇപ്പൊ കേരളം ബംഗാളായി മാറി. പെരുമ്പാവൂരൊക്കെ പ്രത്യേകിച്ച് നമുക്കറിയാം, കേരളം ഇപ്പൊ ഒരു ബംഗാളായി മാറി. മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ ഇപ്പൊ ധാരാളമായിട്ട് ഇവിടെ വരുന്നു. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഇവിടെ തൊഴിലില്ല, ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. കേരളത്തിലെ ജനങ്ങൾ കേരളം വിട്ടുപോകുന്നു. ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കേരളത്തെ എത്തിച്ചതിനെ കുറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കണ്ടേ? അത് ചിന്തിക്കാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറാകുന്നുണ്ടോ? നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് KSRTC എന്ന് പറയുന്ന മഹാസ്ഥാപനം, പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്ന കാലത്ത് 50,000-ലധികം പേര് ജോലി ചെയ്തിരുന്ന ഒരു മഹാസ്ഥാപനത്തിൽ ഇന്ന് ബാക്കിയുള്ളത് 18,000 പേരാ. 10-32,000 പേര് ജോലിയോടെ പോയി. കേരളത്തിലെ കണ്ണായ പൊതുമേഖലാ സ്ഥാപനമായിരുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ തകർന്നടിയുന്നു. പൊതുഗതാഗത സംവിധാനങ്ങൾ തകർന്നടിയുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർന്നടിയുന്നു. പ്രിയപ്പെട്ടവരെ, കേരളത്തെ കേരളമാക്കിയത് എപ്പോഴും UDF ഭരണകൂടങ്ങളാണ്. ഞാൻ ഓർക്കുകയാണ് ഈ സമയത്ത് K. കരുണാകരൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം ഈ സംസ്ഥാനം ഭരിക്കുന്ന കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ കൊച്ചിയിൽ തന്നെ തൊട്ടപ്പുറത്തുള്ള അന്താരാഷ്ട്ര വിമാനത്താവളം, കൊച്ചിയിലെ വിമാനത്താവളം വരുന്ന സമയത്ത് എന്റെ ശവത്തിന് മുകളിലൂടെ മാത്രമേ വിമാനത്താവളം വരൂ എന്ന് പ്രസംഗിച്ച ശർമ്മ പിന്നീട് അതിന്റെ ചെയർമാനായി.